അവളുടെ ഭാഗത്തു നിന്നും യാതൊരു അനക്കവും കാണാതെ ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്തി നോക്കിയ അവൻ കാണുന്നത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെയാണ്. മാളവികക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? കനത്ത സ്വരത്തിൽ അവൻ ചോദിച്ചു. താൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്ത ജോലിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നറിഞ്ഞതും അവൾക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നു. ഒന്നും മിണ്ടാതെ ആ റിപ്പോർട്ട് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട ശേഷം അവൾ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾ പോയി എന്ന് ഉറപ്പായതും ഗൗതം സീറ്റിൽ നിന്നും എണീറ്റ് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ വേസ്റ്റ് ബിന്നിലേക്ക് നീണ്ടു. ആ ഫയൽ കൈനീട്ടി എടുത്തു. അതിൽ അവളുടെ കണ്ണിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണുനീർ പറ്റിയിരിപ്പുണ്ടായിരുന്നു. അവൻ അത് വിരലുകൾ കൊണ്ട് തുടച്ചു. പെട്ടെന്ന് ശാലിനിയുമായിട്ടുള്ള അവസാന കൂടിക്കാഴ്ച അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതെ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ പണത്തിനു വേണ്ടി തന്നെയാ നിന്നെ സ്നേഹിച്ചത്. നീ ഇനി ഏത് പെണ്ണിനെ സ്നേഹിച്ചാലും അവളും അങ്ങനെ തന്നെ ആയിരിക്കും. ഗൗതം വാസുദേവ് എന്ന കോടീശ്വരൻ്റെ പണത്തിനും സൗന്ദര്യത്തിനും ഉള്ള വിലയേ ഉള്ളൂ. അത് പോയതോടെ എല്ലാം പോയി ഗൗതം. ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഗൗതം. അതൊന്നും നടത്തിത്തരാൻ നീ തയ്യാറല്ലായിരുന്നു. പിന്നെ ഞാൻ എന്താ വേണ്ടേ? എൻ്റെ ഡാഡിയോട് എനിക്ക് പറയാൻ പറ്റുമോ, ബിസിനസ് തകർന്നു നിൽക്കുന്ന വാസുദേവൻ്റെ മകനെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന്? എനിക്കും സ്വപ്നങ്ങളുണ്ട് ഗൗതം. നിന്റെ ആദർശങ്ങൾ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ജീവന് തുല്യം സ്നേഹിച്ചവളുടെ അവസാന വാക്കുകൾ അത് തന്നെ ഇന്നും വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാനാണ് വിദേശത്തേക്ക് പോയത്. നാടും വീടും വിട്ടുള്ള വാസം വലതും പഠിപ്പിച്ചു. കമ്പനി ഏറ്റെടുത്ത് ഉയർച്ചയിലേക്ക് എത്തിച്ചു. വീണ്ടും മനസ്സിൽ അവളുടെ ഓർമ്മകൾ വരാൻ തുടങ്ങിയതും ആ ഫയൽ ദേഷ്യത്തോടെ പിന്നിലേക്ക് എറിഞ്ഞു അവൻ പുറത്തേക്ക് നടന്നു. ഗൗതം കാർ വൈരിയിലേക്ക് ഒതുക്കിയിട്ട് മനസ്സ് വല്ലാതെ അസ്വസ്ഥനാണെന്ന് തോന്നി അവനും. കുറച്ചു നേരം കണ്ണുകൾ അടച്ച് സീറ്റിൽ ചാരിയിരുന്നു. സമയം കടന്നു പോയതറിഞ്ഞില്ല. മഴയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഇത്രയും നേരം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് ഓർത്തത്. ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ ആദ്യം കണ്ണുടക്കിയത് ഒരു സ്കൂട്ടിയാണ്. അത് ആരുടേതാണെന്ന് അധികം ആലോചിക്കേണ്ടി വന്നില്ല. നാശം നാശം പിടിക്കാൻ. ഓഫീസിൽ സമാധാനം തരാത്തത് പോരാഞ്ഞിട്ടാണോ വീട്ടിലും കൂടി വരുന്നത്? ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൻ അകത്തേക്ക് കയറി. സോഫയിൽ ചാരി കിടക്കുകയാണ് മാളു. ഒരു കയ്യിൽ ടിവിയുടെ റിമോട്ടും അടുത്ത കയ്യിൽ അച്ചപ്പവും പിടിച്ചിരിക്കുന്നു. അവനെ ഒന്ന് നോക്കിയ ശേഷം കാണാത്ത ഭാവത്താൽ അവൾ വീണ്ടും ടിവിയിലേക്ക് മിഴികൾ നട്ടിരുന്നു. ഡി, ഗൗതം അലറി. ഓ, ഇതെന്തിനാ ഈ അലറുന്നേ? എനിക്ക് ചെവി കേൾക്കാം. അവൻ്റെ അലർച്ച കേട്ട് ചെവികൾ പൊത്തി മാളു പറഞ്ഞു. നിന്നെ എന്തിനാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? വീട്ടിൽ പോലും സമാധാനം തരില്ലേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് ഞാൻ ഏട്ടനെ കാണാൻ വന്നതല്ല, ബീനാമ വിളിച്ചിട്ട് വന്നതാ. ഏട്ടൻ എന്നെ കാണണമെങ്കിൽ ഏട്ടൻ റൂമിലേക്ക് പൊക്കോ. ചാനൽ മാറ്റുന്നത് ശ്രദ്ധിച്ചു അവൾ പറഞ്ഞു. അവളുടെ ഏട്ടൻ എന്നുള്ള വിളി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഗൗതം. സാധാരണ പ്രപ്പോസ് ചെയ്യുമ്പോൾ മാത്രമേ അവൾ അങ്ങനെ വിളിക്കാറുള്ളൂ. ഏട്ടനോ? ആരാടി നിന്റെ ഏട്ടൻ? മര്യാദക്ക് സാർ എന്ന് വിളിച്ചോണം. സ്വബോധം വീണ്ടെടുത്ത ശേഷം അവൻ വീണ്ടും അലറി. ആഹാ, ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞു. മാത്രവുമല്ല, ഞാനിപ്പോൾ ബീനാമയുടെ വീട്ടിലാ. സോ എനിക്കിപ്പോൾ മിസ്റ്റർ ഗൗതം വാസുദേവ് എൻ്റെ കമ്പനിയുടെ മുതലാളിയല്ല, ബീനാമയുടെ മോൻ മാത്രമാണ്. ഈ വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അനുസരിച്ചോളാം കേട്ടോ. അവനെ ഒളിക്കണ്ണിട്ടിട്ട് നോക്കി അവൾ പറഞ്ഞു. അവൻ അവളുടെ സംസാരം കേട്ടിട്ട് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡി, നിന്നെ ഞാൻ വീണ്ടും അവൻ ചൂടാക്കാൻ തുടങ്ങി. ഷടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എടാ എന്ന് വിളിക്കുന്നതല്ല കുഴപ്പം. എന്നാൽ പിന്നെ താൻ എന്ന് വിളിക്കാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അത് മതിയോ? തന്നെ കാണാൻ വന്നതല്ല ഞാൻ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ദുഷ്ടൻ, ഉച്ചക ഭക്ഷണം പോലും കഴിക്കാതെ ഉണ്ടാക്കിയ റിപ്പോർട്ടാ ചവറ്റുകുടയിൽ ഇടിയിപ്പിച്ചത്, അവൾ മനസ്സിൽ പറഞ്ഞു. ഡി എന്ന് വിളിച്ചു ഗൗതം അവളെ അടുക്കാൻ കൈ ഓങ്ങിയപ്പോഴാണ് അടുക്കളയിൽ നിന്നും ബീനയുടെ വിളിയെത്തിയത്. മോനു, നീ വെറുതെ മാളുവിനോട് തല്ലി പിടിക്കാൻ നിൽക്കണ്ടട്ടോ. ഞാൻ അവളെ വിളിച്ച് കിട്ടും നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും. കുറച്ചു നേരം മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൻ്റെ ദേഷ്യം അടക്കാൻ ശ്രമിച്ച ശേഷം മാളുവിനെ നോക്കി ദയിപ്പിച്ചുകൊണ്ട് ഗൗതം ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. മാളു നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. ദൈവമേ നന്ദി, ഞാൻ എപ്പോഴും ജീവനോടെ ഉണ്ട്. ഓഫീസിലെ ഷോ കണ്ടപ്പോഴേ എനിക്കൊരു പണി വിചാരിച്ചതാ. അതും ഓർത്തിരുന്ന് ചിരിക്കുമ്പോഴാണ് അവളെയും നോക്കി കൈകെട്ടി നിൽക്കുന്ന ബീനയെ കാണുന്നത്. അവൾ ചമ്മിയൊരു ചിരി ചിരിച്ചു. ബീന അവളുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഇനി സത്യം പറ, കുറച്ചു മുമ്പേ കണ്ട നാടകത്തിൻ്റെ കാരണം പറയൂ. ഡയലോഗ് മാത്രമേ നേരത്തെ തന്നുള്ളൂ. അങ്ങനെ വലിയ കാരണം ഒന്നുമില്ല. ഞാൻ ഉച്ചക്ക് ഫുട്ബോളും കഴിക്കാതെ 7 മണിക്കൂർ എടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് അമ്മയുടെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ പിന്നെ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അതും പറഞ്ഞ് അവൾ ഇരുന്ന് ചിരിച്ചു. മെല്ലെ ചിരി ബീനയുടെ ചുണ്ടിലേക്കും പടർന്നു. കുറച്ചു നേരം ഓടിയിരുന്ന ശേഷം പാട്ടും പാടി സ്കൂട്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് പുറകിൽ നിന്നും മാളവിക എന്നുള്ള വിളി കേട്ടത്. അതാരെന്നറിയാൻ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അവൾക്ക്. കാരണം ഈ ലോകത്ത് ബാക്കി എല്ലാവരും അവളെ മാളു എന്ന് വിളിക്കുമ്പോൾ മാളവിക എന്ന് നീട്ടി വിളിക്കുന്ന ഒരാളെയുള്ളൂ. ഗൗതം ഒരു ഫയലും എടുത്തുകൊണ്ട് അവളുടെ മുമ്പിൽ വന്നു. ഇപ്പോൾ നീ വീടിന് പുറത്താണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാം. ഇത് പിടിക്ക്. നാളെ രാവിലെ വരുമ്പോൾ ഇതിലെ ഇറ ഒക്കെ കറക്റ്റ് ചെയ്ത് വേണം കൊണ്ടുവരാൻ.
അവൾ അവൻ്റെ മുഖത്തേക്കും ഫയലിലേക്കും മാറി മാറി നോക്കി. എന്തിനാ, ശവറ്റുകൊട്ടയിൽ ഇടാനല്ലേ? അതിന് ഇറവുള്ള ഫയലാണെങ്കിലും കുഴപ്പമില്ല, അവൾ മനസ്സിൽ പറയാനാണ് ഉദ്ദേശിച്ചത്. എങ്കിലും അവളുടെ നാവിൻ്റെ അനുസരണ കൊണ്ട് അറിയാതെ സൗണ്ട് കൂടിപ്പോയി. ഗൗതം അവളെ കൽപ്പിച്ചു നോക്കി. നിന്നോട് പറയുന്ന പണി നീ ചെയ്താൽ മതി. അതിനാ നിനക്ക് ശമ്പളം തരുന്നത്. വേസ്റ്റ് ബിന്നിൽ ഇടുന്നതും ഇടാത്തതുമൊക്കെ എൻ്റെ ഇഷ്ടം. അതിൽ നീ തലയിടാൻ വരണ്ട, കേട്ടല്ലോ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ ചുണ്ടും കൊട്ടിക്കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി തിരിഞ്ഞു നോക്കാതെ വണ്ടിയും എടുത്ത് പെട്ടെന്ന് പോയി. വെറുതെ എന്തിനാ നിന്നിട്ട് അടുത്ത പണി കൂടി വാങ്ങുന്നേ? ഇന്ന് രാത്രിയിൽ ഉറക്കം പോയി കിട്ടിയല്ലോ എന്നുള്ള വിഷമവുമായി രാത്രി ഗാർഡനിൽ ബീനയുടെ മടിയിൽ തലവെച്ചു കിടന്നുകൊണ്ട് ആകാശം വീക്ഷിക്കുകയായിരുന്നു ഗൗതം. ഇത് പതിവാണ് അവൻ്റെ എല്ലാ ടെൻഷനും വിഷമങ്ങളും മാറാനുള്ള വഴി. ബീന അവൻ്റെ മുടികൾക്കിടയിലൂടെ വിരൽ ഓടിച്ചു. മോനു, അമ്മ ഒരു കാര്യം പറയട്ടെ? എന്തിനാ അമ്മ പെർമിഷൻ ചോദിക്കുന്നേ? അമ്മക്ക് പറഞ്ഞൂടെ? അത് നമ്മുടെ മാളു ഇല്ലേ, അവളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ബീന പറഞ്ഞു നിർത്തി. ഗൗതം പെട്ടെന്ന് എണീറ്റിരുന്നു. അത് വേണ്ട അമ്മേ, നടക്കില്ല. അവൻ മുഖം തിരിച്ചിരിക്കുന്നത് കണ്ട് ബീന നെടുവീർപ്പിട്ടു. നീ പിണങ്ങണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മനീഷിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. മാറ്റ കല്യാണത്തിനാണ് അവർക്ക് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞ് മോള് വിഷമിക്കുന്നത് കണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. നിനക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട. അതും പറഞ്ഞ് ബീന എണീറ്റ് അകത്തേക്ക് പോയി. എന്തുകൊണ്ടോ ബീനയുടെ അവസാന വാക്കുകൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ കലുഷിതമാക്കി. കുറച്ചു സമയം കൂടി മാനത്ത് നോക്കിയിരുന്ന ശേഷം അവൻ മിഴികൾ അടച്ചു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാളുവിൻ്റെ മുഖമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. ഒരു ഞെട്ടലോടെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു.